നമസ്കാരം. പലപ്പോഴും സിനിമയിലെ നായകന്മാർ ഗംഭീരമായ ഡയലോഗുകൾക്ക് പറയുന്ന, പോലീസായി അഭിനയിക്കുന്ന അല്ലെങ്കിൽ കോടതി മുറികളിൽ വാഗ്ധോരണികൾ ഉതിർക്കുന്ന നായകന്മാർ ജീവിതത്തിൽ നേതൃത്വപരമായ പങ്കുകൾ കൈക്കൊള്ളാറില്ല. പക്ഷേ അതിൽ നിന്ന് വിഭിന്നമായി വ്യക്തിജീവിതത്തിലും സാമൂഹിക ഇടപെടലുകളിലും വളരെ ശക്തമായി പ്രതികരിക്കുന്ന, തൻ്റേതായ കാഴ്ചപ്പാടുകൾ സധൈര്യം മുമ്പോട്ട് വെക്കുന്ന, ജനങ്ങൾക്ക് വളരെ ആക്സസിബിളായ, ഒരു ജനകീയനായ, ജനങ്ങളോട് വളരെ എംപത്തറ്റിക് ആയിട്ടുള്ള നമ്മുടെ സൂപ്പർ സ്റ്റാർ ശ്രീ സുരേഷ് ഗോപിയാണ് ഈ പ്രത്യേക ദിനത്തിൽ നമ്മളോട് സംസാരിക്കാൻ, നിങ്ങൾക്കെല്ലാം വിഷു ആശംസകൾ നേരാൻ നമ്മളോട് പോകുന്നത്. ഈ തിരക്കുള്ള വിഷു ദിനത്തിലും കുറച്ച് സമയം ഞാൻ കന്വേഷിച്ചതിൽ വളരെ സന്തോഷം. ചേട്ടൻ്റെ തിരക്ക് ഉദ്ദേശിക്കാം. ചേട്ടാ, വിഷു എങ്ങനെയാണ്? സുരേഷന് വളരെ ഒരു ആഢ്യത്വമുള്ള കേരള വസ്ത്രത്തിലൊക്കെ സുരേഷൊക്കെ വളരെ സന്തോഷം. ഇങ്ങനെ നമുക്ക് ഒരു കേരളോത്സവത്തിന് ഇങ്ങനെ നടക്കണം എന്ന് നമുക്ക് സർക്കാരോ അല്ലെങ്കിൽ ഭരണമോ പറയുമ്പോൾ നമുക്ക് അഭിമാനമാണ്. കേരള പിറവി ദിനത്തിൽ ഇങ്ങനെ നടക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരാചാരമായി മാത്രമേ മാറൂ. പക്ഷേ ഒരുപാട് ആചാരങ്ങൾ നമുക്കുണ്ട്. ഇപ്പം തിരുവോണമായാലും അല്ലെങ്കിൽ തിരുവോണത്തോടനുബന്ധിച്ച് വരുന്ന 10 ദിവസത്തെ ആഘോഷങ്ങൾ, 28ാം ഓണം, വള്ളംകളി, ഇതെല്ലാം മലയാളിക്ക് മലയാളിയായി ജീവിക്കാനുള്ള അവസരങ്ങളാണ് നൽകുന്നത്. ആ കൂട്ടത്തിൽ വിഷുവും വരും. വിഷു എന്ന് പറയുമ്പോൾ കർഷകൻ്റെ വിളംബരത്തിൻ്റെ ഉത്സവമാണ്. നമുക്ക് തൊട്ടയൽ സംസ്ഥാനങ്ങൾ, കർണാടകമായാലും ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ഈ സംസ്ഥാനങ്ങളിലെല്ലാം ഇന്ന് അവരുടെ ഉഗാദി എന്ന് പറയും, അവരുടെ വർഷപ്പിറപ്പ് എന്ന് പറയും, പുതുവത്സരമാണെന്ന്, പുത്താണ്ട് വാഴ്ത്തുക്കൾ എന്ന് പറഞ്ഞാണ് തമിഴ്നാട്ടിൽ നിന്ന് മെസ്സേജുകൾ വരുന്നത് മുഴുവൻ. അപ്പോൾ ഇത് എല്ലാം കൊണ്ടും ഇതിന് ചരിത്രപരമായ പ്രസക്തി ഉണ്ടെങ്കിലും ആചാരപരമായ പ്രസക്തിക്കാണ് മുൻതൂക്കം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് ഒരു വലിയ സംസ്കാരമാണ്. വിഷു എന്താണ് എന്നൊറ്റ വാക്കിൽ ചോദിച്ചാൽ, ഒരു രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക്, രാജ്യത്തിൻ്റെ എക്കണോമിക്സിന്, ഫിനാൻസിന്, കോമേഴ്സിന്, ഇത്രയും കാര്യങ്ങൾക്കുള്ള വേരൂന്നൽ ആചാരമാണ് സത്യത്തിൽ വിഷു ദിനത്തിൽ നടക്കുന്നത്. വേരൂന്നൽ പ്രക്രിയ പ്രയോഗരസമായിരുന്നു. ആ വേരൂന്നൽ എന്ന് പറയുന്നത്, നമ്മൾ ഈ മണ്ണ് ഒലിപ്പ് തടയാൻ വേണ്ടിയാണ് ഫൈബ്രസ് റൂട്ട്സ് വയ്ക്കുന്നത്. അത് തെങ്ങിൻ്റെത് ഫൈബ്രസ് റൂട്ടും ഉണ്ട്. മുളയാണ് ഏറ്റവും അധികം ഈ പശ്ചിമഘട്ട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പോലും മണ്ണൊലിപ്പ് എന്ന് പറയുന്നത്, ഉരുൾപൊട്ടൽ എന്ന് പറയുന്നതിന് സാധ്യതയേറിയത് മുഴുവൻ മണ്ണിലെ പിടിച്ചു നിർത്തുന്ന, മലകളെ പിടിച്ചു നിർത്തുന്ന വേരിൻ്റെ സമ്പ്രദായങ്ങൾ മുഴുവൻ വേരറുക്കപ്പെട്ട അവസ്ഥയിലാണ് ഇതെല്ലാം ഉണ്ടായത്. അതിനകത്ത് കൃഷി ചെയ്യരുതെന്നല്ല പറയുന്നത്, പക്ഷേ ആ മണ്ണിനെ പിടിച്ചു നിർത്തുന്ന വേരിൻ്റെ ഘടന നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടി വളച്ചൊടിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ജീവിതഘടനയുണ്ട്. അത് നമ്മൾ ഒരിക്കലും ചോദ്യം ചെയ്യാൻ പാടില്ല. മൃഗങ്ങൾ എന്തുകൊണ്ട് ഇറങ്ങി വരുന്നു എന്ന് ചോദിച്ചാൽ, അവരുടെ ജലസ്രോതസ് മുഴുവൻ പൈപ്പിട്ട് നമ്മൾ വലിച്ചിങ്ങ് താഴെ കൊണ്ടുവരുന്നത് കൊണ്ട് അവർ ആ ജലം തേടിയെത്തും. ആ ജലത്തിൽ ഒരുപക്ഷെ ജീവിതം നിലനിർത്തുന്ന മൃഗങ്ങൾ മുഴുവൻ അവിടെ ഒടുങ്ങിപ്പോയത് കൊണ്ട് കരയിലുള്ള അല്ലെങ്കിൽ നാട്ടിൻപുറത്തുള്ള നായയും ആടിനെയും പിടിക്കാൻ വേണ്ടി മൃഗങ്ങൾ വരും. ഇതെല്ലാം ഒരു സൈക്ലിക് ഇഫക്ട്സ് ആണ്. അപ്പോൾ നമ്മുടെ സമ്പദ്ഘടനയുടെ ഒരു ഫൈബ്രസ് റൂട്ട് വഴി പിടിച്ചു നിർത്തുക എന്ന് പറയുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നത്, വിഷു എന്നത് ഒരു ഹിന്ദുക്കളുടെ ആചാരമല്ല, ഇതൊരു ജനതയുടെ ആചാരമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അമ്മയുടെ ഒരു സങ്കല്പം ചേട്ടൻ പറഞ്ഞത് തന്നെ. ഞാൻ അതിലേക്ക്, അമ്മയുടെ സങ്കല്പത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഈ എക്കണോമിക്സ് പറയുകയാണ്. എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് കയ്യിലേക്ക് 1 രൂപ തൊട്ട് വന്ന് വീഴുമ്പോൾ ഇത് വെച്ച് ചോക്ലേറ്റ് വാങ്ങാം എന്ന് വിചാരിക്കുന്നേയില്ല. ഇത് അച്ഛൻ വിഷു എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ദിവസം അന്നൊരു ഭക്തൻ്റെയാണ്. കണ്ണൻ്റെ പീതം, ഇതെല്ലാം അത് കൊന്നപ്പൂവിലായാലും ശരി തന്നെ, കണിക്കൊന്നപ്പൂവിലായാലും ശരി തന്നെ, കൊന്നപ്പൂവ് എന്ന് പറഞ്ഞുകൂടാ, കണിക്കൊന്നപ്പൂവായാലും ശരി തന്നെ, അതിലിരിക്കുന്ന സ്വർണ്ണത്തിളക്കം, കണ്ണാടിയിൽ നമ്മൾ കാണുന്ന കണ്ണനോടൊപ്പമുള്ള, കണ്ണൻ്റെ പാദത്തിൽ വെച്ചിരിക്കുന്ന ഒരു കണ്ണാടിയിൽ കാണുന്ന നമ്മുടെ മുഖം, ഇതെല്ലാം ഒരു ഭയങ്കര ആദരണീയമായ ഒരു അവസ്ഥയാണ് നമ്മുടെ മനസ്സിലൊരുക്കുന്നത്. ആ ആദരണീയമായ അവസ്ഥയിൽ നമ്മുടെ കയ്യിലേക്ക് വന്ന് വീഴുന്ന ധനം എന്ന നിലയ്ക്ക് അഭിവൃദ്ധിയുടെ ഒരു സിമ്പലാണ്. അത് കൂട്ടിപ്പിടിച്ച് എനിക്കിത് ഒരു കുടുക്കയിലിട്ട് സൂക്ഷിച്ച് വെക്കണം. അങ്ങനെ മുത്തശ്ശൻ, മുത്തശ്ശി, അമ്മാവന്മാർ, ബന്ധുക്കൾ, മറ്റ് സുഹൃത്തുക്കൾ, അച്ഛൻ്റെ അമ്മയുടെ സുഹൃത്തുക്കൾ
എല്ലാവരും വഴിയെ പോയാൽ പോലും ഒരു തൊട്ടിട്ട് തരിക എന്ന് പറയുന്നത് ഒരു കയ്യിലൊതുങ്ങാത്ത ക്വാണ്ടത്തിലെത്തുമ്പോൾ നമുക്കത് ഒരു സംഭരണ മനസ്സാണ് നമുക്ക് പകർന്നു നൽകുന്നത്. ഇത് വിഷുവിന് മാത്രമേ നൽകാൻ പറ്റൂ. അവിടെ മുതലാണ് നമ്മൾ സമ്പാദിക്കുന്നതിൽ, നമ്മുടെ കൈവശം വരുന്ന ധനത്തിൽ നിന്ന് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയെന്നല്ല, നാടിൻ്റെ സമ്പദ്ഘടനയ്ക്ക് ഒരു അക്കൗണ്ട്. ഇപ്പോൾ പെൺകുഞ്ഞുങ്ങൾക്ക് ഒരുപക്ഷെ 20 വർഷത്തിന് ശേഷമുള്ള അവരുടെ വിവാഹത്തിന് തന്നെ ഇങ്ങനെ സമാഹരിക്കുന്ന പണം എന്ന് പറയുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും അങ്കലാപ്പിന് ഒരുപാട് കുറവ് ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് നന്മ വിഷുവിനെ സംബന്ധിച്ചുണ്ട്. മരം എന്നത് വിഷുവിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട, ആ മരത്തിലേക്ക് വരുമ്പോൾ ആ മരം പോലും ഒരു പക്ഷേ യുഗങ്ങളോളം ഒരു ദുഃഖത്തിലാണ്ടുപോയി കലികാലത്തിന് വേണ്ടി കാത്തിരുന്നു. അത് കൊന്ന മരം എന്നത് ഒരു കണിക്കൊന്ന മരമായി തീരാൻ വേണ്ടി കലികാലത്തിൻ്റെ ശ്രീരാമൻ്റെ കാലത്താണിത് ഒരു പാവം മരം ഒരു കൊന്ന മരമായി മാറിയത്. എന്ന് പറഞ്ഞാൽ ഒരു കുരുതിക്ക്, ഒരു കൊലയ്ക്ക് കൂട്ടുനിന്ന മരമായിട്ടാണ് കൊന്നമരം. അതിൻ്റെ പൂർവ്വസ്ഥിതി എന്ന് പറയുന്നത് അതാണ്. പക്ഷേ ഒരു കലികാലം വരാനും അതിൽ ഒരുപക്ഷെ ഗുരുവായൂരപ്പൻ ഒരു കെണിയൊരുക്കി ഒരു സുഹൃത്തിന്, ഒരു പിഞ്ച് ബാലന് മുന്നിലേക്ക് കൊണ്ടുവന്ന് അവൻ്റെ കഴുത്തിലേക്ക് ഇട്ടുകൊടുത്ത മാലയുടെ പേരിൽ അത് വലിച്ചെറിഞ്ഞ് ചെന്ന് വീണ മരത്തിൽ മുഴുവൻ സ്വർണ്ണ നിറത്തിലുള്ള പൂക്കൾ വന്ന് അതിനെ അലങ്കരിക്കുകയും അത് അന്നാണ് കൊന്നമരം കണിക്കൊന്ന മരമായി മാറുന്നത്, അല്ലെങ്കിൽ വിഷുക്കൊന്ന മരമായി മാറുന്നത്. ബാലിയുടെയും സുഗ്രീവൻ്റെയും യുദ്ധവും അതിൽ ബാലി കൊല ചെയ്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ട ഒരു കഥയാണിത്. അപ്പോൾ അതിന് മരത്തിന് പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. എനിക്ക് തോന്നുന്നത് അമ്മ പറയാറുണ്ട്. മാത്രമല്ല അമ്മ വൃക്ഷത്തെ ദൈവമായി കാണണമെന്നും ഇപ്പോൾ ഒരു വിഷു തൈ നീട്ടം എന്നൊരു സങ്കല്പം തന്നെ വെക്കുന്നുണ്ട്. അതായത് വിഷുവിന് ഈ കണി പോലെ ഈ തൈ കൂടെ വേണം. കൈനീട്ടത്തിൽ യഥാർത്ഥത്തിൽ കൈനീട്ടം, ഒരു തൈ നീട്ടം എന്ന് നമ്മുടെ ഭാഷയെ നമുക്ക് ആദരിക്കാതെ വയ്യ അല്ലേ? ഒരൊറ്റ ആൽഫബറ്റ് കൊണ്ട് വരുന്ന മാറ്റം, അതിലെ വൈകാരികമായ മാറ്റം ഭാഷയാണ് ആദ്യം പ്രണമിക്കുന്നത്. ശരിക്കും ചേട്ടൻ സംസാരിക്കുന്നത് കേൾക്കുമ്പോഴേ, ഒരു സിനിമാ നടൻ, ഒരു കലാകാരൻ, ഒരു ഫിലോസഫർ സംസാരിക്കുന്ന പോലെ ഒരുപാട് ദാർശനികമായ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല, ഞാൻ എപ്പോഴും എൻ്റെ ഷോയിലിരുന്ന് പോലും ഞാൻ പറയുന്നത് ഇത് ഒരു പ്രണാമം നടത്തിയിട്ടാണ്, ഒരു ഗുരു പ്രണാമം നടത്തിയിട്ടാണ് ഞാൻ ആ വേദിയിൽ കയറുന്നത്. അച്ഛനെ അമ്മയെ ഒക്കെ വണങ്ങി, ദൈവങ്ങളെ വണങ്ങുന്നതിന് മുമ്പ് നഴ്സറിയിൽ എന്നെ പഠിപ്പിച്ച മിസ് ഗ്രേസ് ഉണ്ട് കൊട്ടിയത്തുള്ള. ആ മിസ് ഗ്രേസിനെ പോലും അവരുടെ ഗന്ധം എനിക്കറിയാം. ആ ഗന്ധമടക്കമുള്ള വേഷവിധാനങ്ങളിലെ വൈവിധ്യം ഇതെല്ലാം പകർന്നു നൽകി ആ ഗുരുക്കന്മാരെ മുഴുവൻ മുന്നിൽ കൊണ്ടുവന്ന് അവരെ കെട്ടിപ്പിടിച്ചിട്ടാണ് ഞാൻ ആ വേദിയിലോട്ട് ഗുരുവായൂരപ്പനെയും ഗണപതിയെയും എൻ്റെ ദൈവങ്ങളെ മുഴുവൻ വിളിച്ച് ഞാൻ കയറുന്നത്. ചേട്ടൻ്റെ ക്രോധം പലപ്പോഴും ഞങ്ങൾ കാണുന്ന ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റും അല്ലെങ്കിൽ സമൂഹത്തിൽ നടന്നുകൂടാത്ത പല കാര്യങ്ങളും നടക്കുകയും പലരും കണ്ണടക്കിയാൽ എങ്ങനെങ്കിലും ഇതൊക്കെ പൊക്കോട്ടെ എന്നുള്ളൊരു എല്ലാത്തിനോടും അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു മനോഭാവം നമുക്കുണ്ട്. പക്ഷെ ചേട്ടൻ എങ്ങനെയല്ല, അതിനോട് കലഹിക്കാനുള്ളൊരു മനസ്സ് ഉണ്ട്. കലഹിക്കാനല്ല, അതാണ് വ്യത്യാസം. വൈകാരികമായിട്ട് അത് പതിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് അങ്ങനെ ഒരു മുഖം വ്യക്തമാക്കേണ്ടി വരും. ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ആറന്മുള വിമാനത്താവളത്തെ സംബന്ധിച്ച് അധമമാണ്. അത് ഈ ജലസ്രോതസ്സുകൾ അടയ്ക്കേണ്ടതില്ല എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ എൻ്റെ മുഖം മാറിയില്ല, എൻ്റെ ശബ്ദം മാറി. അത് സത്യസന്ധമായി വരുന്നതാണ്. അതിൻ്റെ ദോഷം എന്താണെന്ന് എർത്ത് സയൻസ് പഠിച്ചാൽ മാത്രമേ മനസ്സിലാവൂ. എത്ര പേര് റിപ്പോർട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, നമ്മുടെ ഭരണകൂടത്തിൻ്റെ ആൾക്കാർ. അപ്പോൾ അതിന് വേറൊരു സ്ഥലമുണ്ടോ അവിടെ? ഇനി കേരളം എന്ന് പറയുന്ന ഒരു 632-640 കിലോമീറ്റർ മാത്രം നീളത്തിൽ കിടക്കുന്ന ഒരു സംസ്ഥാനത്ത് 4 ഇൻ്റർനാഷണൽ എയർപോർട്ടുകൾക്കപ്പുറം പിന്നീട് ഒരു എയർപോർട്ടിന് നമ്മുടെ എക്കണോമിക്സിനെ എത്രമാത്രം നശിപ്പിക്കാൻ സാധിക്കും? ഈ 4 എയർപോർട്ടുകളുടെ അവസ്ഥ എന്താവും? ഈ ഒരു ഡിസ്പോസൽ വേണ്ടേ? ഈ 4 എയർപോർട്ടുകൾക്കായിട്ട് സാമ്പത്തിക സാധ്യത മുഴുവൻ നമ്മളൊന്ന് ഫോക്കസ് ചെയ്യണ്ടേ? ഓരോരുത്തരുടെയും വീടിന് മുമ്പിൽ എയർപോർട്ട് വരിക എന്ന് പറഞ്ഞാൽ എന്താവും ബാക്കി എയർപോർട്ടുകളുടെ അവസ്ഥ? ആവാം. എനിക്ക് തോന്നുന്നത് ഇന്നത്തെ റോഡെന്ന് പറയുന്നത് നമ്മുടെ ആത്യന്തികമായ അവകാശമാണ്. വീട്ടിൽ നിന്ന് ഒരു ഓട്ടോ പിടിക്കണമെങ്കിൽ, ആ ഓട്ടോ പിടിച്ച് അല്ലെങ്കിൽ ടാക്സി പിടിച്ച് ഒരു എയർപോർട്ടിൽ എത്തണമെങ്കിൽ ആ റോഡിനെക്കുറിച്ച് ഈ പറയുന്ന ബഹുരാഷ്ട്ര കുത്തകകൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ഇതെല്ലാം നമ്മുടെ മറുചോദ്യമാണ്. ആദ്യം നിങ്ങൾ റോഡ് ശരിയാക്കുക. 10 വർഷം പൊളിയാതെ കിടക്കുന്ന റോഡ് ഞങ്ങൾക്ക്
15 വർഷത്തേക്കുള്ള ഒരു വണ്ടിയുടെ വില അതിന് അനുപാതമെന്ന് നിശ്ചയിച്ച് 10%, 15%, 20% ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. ഈ പണമൊക്കെ എവിടെയാണ് കൊണ്ടുപോകുന്നത്? ഇതൊക്കെ മറു ചോദ്യങ്ങളാണ്. അപ്പോൾ ഇത് ചോദിക്കുമ്പോൾ ഇങ്ങനെ ചോദിക്കാൻ പറ്റും, നിങ്ങളൊക്കെ ഈ പണം എവിടെയാണ് കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചാൽ വെറും നികൃഷ്ടമായ ഒരു ജീവിയായി പോകും ജനത. ഇത് മറ്റൊരു വിഷയമല്ല, പലപ്പോഴും ആരെയും ഇതായിട്ടല്ല, പക്ഷേ നടന്മാരും കലാരംഗത്തേക്കെതിരെ ആരെയും ഒഫൻഡ് ചെയ്യേണ്ടെന്നൊരു പോളിസിയാണ് പലപ്പോഴും എടുക്കുന്നത്. നമുക്ക് എല്ലാവരെയും, പക്ഷേ ചേട്ടൻ നോക്കുമ്പോൾ ഒരുപാട് ശത്രുക്കൾ, ഒരുപാട് എതിരാളികൾ, കോലം കത്തിക്കൽ, എതിർപ്പ്, അതൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് അങ്ങയുടെ കുടുംബമാകട്ടെ അന്നേരം വിഷമാണ്. പക്ഷെ പിന്നീട് നമുക്ക് ശക്തി ആർജിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർ ചെയ്തെങ്കിൽ യു ആർ ടേണിങ് ഇൻ ടു എ കൗണ്ടബിൾ പേഴ്സൺ. നമുക്ക് അവർ യുവർ വേർഡ്സ് ആർ വാല്യുബിൾ, യുവർ തോട്ട്സ് ആർ ഇമെൻസ്ലി വാല്യുബിൾ എന്ന് പറയുന്ന ഒരു പദവി അവർ തരികയാണെന്നുള്ളത് ഒരു ചിഹ്നവിളിയാണ്. അതൊക്കെ അത് നമ്മൾ പതുക്കെ മനസ്സിലാക്കുക. അന്നേരം നമുക്ക് വിഷമമാണ്, നമ്മുടെ ഹൃദയം തകരും. പക്ഷെ ഇതോടുകൂടി നമ്മളെപ്പോൾ ഇതിൽ നിന്നെല്ലാം ശക്തി ആർജിച്ച് ആർജവം ഉൾക്കൊണ്ട് ഇമേജ് ചെയ്യുന്നുവോ അവിടെയാണ് നമ്മൾ ഉത്തരവാദിത്വമുള്ള ഒരു പൗരനാവുന്നത്. ഞാൻ പറയുന്നത് വോട്ട് നൽകിയോ യവന്മാർ 5 വർഷം എന്ത് വേണേൽ ചെയ്തോട്ടെ എന്ന് വിചാരിക്കുന്ന ജനതയാണ് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശാപം. അല്ലാതെ ഈ അഴിമതിയും കൊണ്ട് നടക്കുന്ന ഭരണകർത്താക്കളല്ല. വഴിയിൽ പിടിച്ചു നിർത്തേണ്ടത് കോൺഗ്രസ്സാണ് ഭരിക്കുന്നതെങ്കിൽ മാർക്സിസ്റ്റുകാരനല്ല, ജനതയാണ് കുത്തിന് പിടിച്ച് നിർത്തേണ്ടത്. ആ ജനത എവിടെ പോകുന്നു? ഇത് ഭയങ്കര വൈകാരികമായിട്ട് ഭയങ്കര ക്രോധം ജനതയോട് തോന്നുന്ന ഒരു വിഷയമാണ്. അതോടൊപ്പം ഈ അടുത്തിടയ്ക്ക് പക്ഷെ ആരും പറയേണ്ട ഒരു കാര്യം, നമ്മുടെ സ്വർണവും അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ഇരിക്കുന്നതിനൊരു പൊതുജന നന്മയും കൂടെ വേണം എന്ന ആശയം പലപ്പോഴും ഈ വിശ്വാസമുള്ളവർക്ക് പറയാൻ പേടിയാണ്. ഇത് തൽസ്ഥിതി തുടരും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്ത് ഇത് നിലകൊള്ളും, ഒരാളും ഇതിൽ തൊടില്ല. ഇത് വെച്ച് ധനലക്ഷ്മി ബാങ്ക് പോലെയുള്ള, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് പോലെയുള്ള, സിൻഡിക്കേറ്റ് ബാങ്ക് പോലെയുള്ള 10 നാഷണലൈസ്ഡ് ന്യൂ ജനറേഷൻ ബാങ്കിങ് അല്ല ഞാൻ പറഞ്ഞത്, ഉണ്ടെങ്കിൽ അവരത് അവിടെ വെച്ചുകൊണ്ട് നമുക്കൊരു 10,000 കോടി തരുമെങ്കിൽ വിഴിഞ്ഞം പദ്ധതി എന്ന് പറയുന്നത് കേരളത്തിലെ മലയാളികളുടെ സംഭാവനയായി വരും. അതിനൊരു മുതലാളി ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അതിന് പത്മനാഭ സീപോർട്ട് എന്ന് പേരും കൂടെ നൽകുന്ന ഒരവസ്ഥയുണ്ടായാൽ ഹിന്ദു സമൂഹം ഒരു ചർച്ച നടത്തി മുന്നോട്ട് വന്നാൽ ഏറ്റവും വലിയ ശക്തി സ്രോതസ് ഇതിൻ്റെ ഫീസിബിലിറ്റി, ഇതിൻ്റെ ഒരു നടത്തിപ്പിൽ വരുന്ന, ഇതിൻ്റെ ഒരു തുടക്കത്തിൽ ഉതകുന്ന ഒരു ഫീസിബിലിറ്റി ഐഡിയ ആണത്. അത് പൊതുസമൂഹത്തിൽ എല്ലാവർക്കും ഗുണം ചെയ്യും. അവിടെ ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ജോലി കിട്ടും. ഇവിടെ അനുബന്ധമായി തുടങ്ങുന്ന സ്ഥാപനങ്ങൾ, അനുബന്ധ പ്രദേശങ്ങൾ, അവിടെ ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ്, റോഡ് നന്നായേ പറ്റൂ. ഇനി ഒരു ക്രോസ് കൺട്രി 4 ട്രാക്ക് റോഡ് സംവിധാനം നമുക്ക് അനിവാര്യമായി വരും. അതിനൊന്നും നമ്മൾ യുദ്ധം ചെയ്യേണ്ട. വിഴിഞ്ഞത്തിന് വേണ്ടി മാത്രം, വിഴിഞ്ഞം മാത്രം തുടങ്ങിക്കിട്ടിയാൽ തിരുവനന്തപുരം, പത്തനംതിട്ട, കൊല്ലം ജില്ലകൾക്ക് ഒരു വിധത്തിൽ ആലപ്പുഴ സൗത്ത് ഇന്ത്യയുടെ ഒരു ടൂറിസ്റ്റ് ഫോക്കസ് കേന്ദ്രമായി മാറുകയാണെങ്കിൽ ഇതിൻ്റെ ഗുണഫലം എന്ന് പറയുന്നത് ആലപ്പുഴയ്ക്ക് കിട്ടും. അപ്പോൾ ഈ 4 ജില്ലകൾക്ക് വികസനത്തിൻ്റെ കാര്യത്തിൽ ഒരു മോളിക്യൂൾ, ഒരു ആറ്റം എന്ന് തന്നെ പറയേണ്ടത് വിഴിഞ്ഞം പദ്ധതിയാണ്. ഒരു വ്യക്തിപരമായ ചോദ്യം കൂടെ, പലപ്പോഴും ചേട്ടൻ ഒരുപാട്, അതായത് വളരെ, ഞങ്ങളൊക്കെ മീഡിയ നിൽക്കുന്നവരാണ്, കാര്യഗൗരവത്തോടെ സൂക്ഷ്മമായ തലങ്ങളിൽ പറയും. ബ്രോഡായ ജനറലൈസേഷൻ അല്ല, വുമൺ എംപവർമെന്റ് വേണമെന്നൊന്നുമല്ല, ബ്രോഡ് സ്പെസിഫിക് പോയിന്റ്സ് ആണ് ചേട്ടൻ പറയുന്നത്. ചേട്ടൻ്റെ ഒരു ഇൻഫർമേഷൻ സോഴ്സ് എങ്ങനെയാണ്? ഇത്രയും തിരക്കുള്ള ജീവിതത്തിൽ ഇത്രയും പരിപാടി, ഇത്രയും സിനിമ, യാത്രകൾ, വിദേശത്ത്, എന്താണ് ചേട്ടൻ്റെ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ? യാത്രയിൽ വായിക്കുന്നത്, ഈ യാത്രയിൽ ഒരുപക്ഷെ ഇപ്പോൾ ഞാൻ സഞ്ചരിക്കുന്ന ഫ്ലൈറ്റിൽ എനിക്ക് തോന്നുകയാണ് ഒന്ന് പോയി പരിചയപ്പെടാമെന്ന്. ഞാൻ പരിചയപ്പെടും. അങ്ങനെ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളവരെല്ലാം ഒരുപാട് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. അതിനകത്ത് ബയസില്ല. കാരണം അങ്ങനെ പരിചയപ്പെട്ടവരിൽ കനേഡിയൻസ് ഉണ്ട്, അമേരിക്കൻസ് ഉണ്ട്, യൂറോപ്പിൻ്റെ വിവിധ സ്വഭാവങ്ങളുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള, യൂറോപ്പ് എന്ന് പറയുന്നത് ഈസ് എ കോൺഗ്ലമറേഷൻ ഓഫ് ഡിഫറെൻ്റ് ആറ്റിറ്റ്യൂഡ്സ്. അപ്പോൾ ഇങ്ങനെ വിവിധ മനസ്സുകളുമായിട്ടുള്ള സംവാദം, കിട്ടുന്നതെല്ലാം വായിക്കും. കിട്ടുന്നതെല്ലാം വായിച്ച് ഇത് കൊള്ളാമല്ലോ എന്ന് തോന്നിയാൽ അതപ്പോൾ ഇവിടെ പതിഞ്ഞു പോകും. ഇതിനെല്ലാം മേലെ
ഞാൻ ഈ വിചാരിക്കുന്നത് ആ ഗുരുത്വം എന്ത് ചെയ്താലും പുതുതായിട്ട് എന്ത് തുടങ്ങുമ്പോഴും, അന്ന് അമ്മ ജീവനോടുണ്ടായിരുന്നു എൻ്റെ ഗുരു എനിക്ക് തോതി തരുമ്പോൾ. അപ്പോൾ എൻ്റെ മുന്നിൽ അമ്മയില്ലെങ്കിലും ഞാൻ ഇൻ ഫ്ലഷ് ആൻഡ് ബ്ലഡ് എൻ്റെ അമ്മയെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി അമ്മയുടെ കാലിലെ നഖത്തിൻ്റെ നിറമൊക്കെ എനിക്കറിയാം. ആ കാലിൽ തൊട്ട് തൊഴുത് ആവാഹനമാണ് ശരിക്കും. ആ അമ്മയെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് ആ അമ്മയ്ക്കൊരു കോന്തപ്പല്ലുണ്ട് ഫ്രണ്ടിൽ, അത് കവളത്ത് മുട്ടും, തുപ്പൽ കുറച്ച് പറ്റും. ഈ നനവെല്ലാം ആവാഹിച്ചെടുത്ത് ഭയങ്കര കോൺസെൻട്രേഷൻ വേണം. അപ്പോൾ അമ്മേ, അച്ഛന്, മുത്തശ്ശന്മാർ, മുത്തശ്ശിമാർ, അമ്മാവന്മാർ, അപ്പച്ചിമാർ, കുഞ്ഞമ്മമാർ, എല്ലാവരെയും നമ്മളിങ്ങനെ ഓടിച്ച് മനസ്സ് എല്ലാവരെയും വണങ്ങും. ഗുരുക്കന്മാർ ഇത്രയും ചെയ്താൽ അതിനുശേഷം ക്രിസ്തുവിനെ, അള്ളാഹുവിനെ, അല്ലെങ്കിൽ കൃഷ്ണനെ, ആരെ വേണമെങ്കിൽ നിങ്ങൾ നമിച്ച് എന്തും ചെയ്തു തുടങ്ങി നോക്കൂ, നല്ലതേ വരൂ. 2 ചോദ്യങ്ങളിലൂടെ ചേട്ടനായിരിക്കും ഒരു ചില ശ്രദ്ധിച്ചു കാണാം. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു 35 വയസ്സിൽ താഴെയുള്ളവരുടെ സ്ഫിയറിൽ ഏറ്റവും അനുകൂലമായിട്ടും എതിർത്തും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളും എല്ലാം ഏറ്റവും കൂടുതൽ, ബാക്കി എല്ലാവരും കലയിലേക്ക് ഒതുങ്ങി നിൽക്കുക. അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ ഒരു സമയം കിട്ടാറുണ്ട്. സിനിമയോടൊപ്പം തന്നെ അങ്ങയുടെ പായിലെ പെർഫോമൻസ് ഒരുപാട് പറഞ്ഞു. അതോടൊപ്പം അങ്ങ് വെക്കുന്ന സാമൂഹിക നിലപാടുകൾ ഒരുപാട് ചർച്ച ചെയ്യപ്പെടാറുണ്ട്. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കില്ല. ഞാൻ അതിനകത്ത് ചർച്ച വേണം, പക്ഷെ അതിന് മാന്യത വേണം, ഭാഷയിൽ മാന്യത വേണം. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ നോക്കുന്നത് ഭാഷയിൽ മാന്യത ഇല്ലാത്ത ഒരു കൂട്ടത്തിൻ്റെ സർവേയാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാരൊക്കെയാണ് ചെയ്യുന്നത്, അവർക്ക് എന്താണ് അവരുടെ ലേബൽ, അത് ഞാൻ നിശ്ചയിക്കുക. ഞാൻ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ. എൻ്റെ സർവേയിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, എതിരെ മാന്യതയില്ലാതെ സംസാരിക്കുന്നവർ മുഴുവൻ തീവ്രവാദികളാണ്. വിമർശിക്കുന്നവരിൽ മാന്യത കാണുമ്പോൾ എനിക്ക് ആരാധന തോന്നുന്നുണ്ട്. അവർ മതപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും വേറൊരു ബ്ലോക്കായിരിക്കും, പക്ഷെ അവരിൽ മാന്യതയുണ്ടെങ്കിൽ അവരാണ് ഈ നാടിന് വളരെ ഡെവലപ്മെൻ്റലായിട്ട് പ്രോഗ്രസീവായിട്ട് വിമർശനത്തിലൂടെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലോക്ക്. ഇതാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ വളരെ മ്ലേച്ഛമായി ഇതിൻ്റെ പൊരുൾ മനസ്സിലാക്കാതെ മ്ലേച്ഛമായി ഒരു ടാർഗറ്റഡ് എഫേർട്ടാണെങ്കിൽ ഇറ്റ് അക്കൗണ്ട്സ് ടു ഓൺലി ടെററിസ്റ്റ് മെൻറ്റാലിറ്റി. ചേട്ടൻ്റെ വിഷു മെസ്സേജിന് മുമ്പ് നിങ്ങളോടൊരു വിഷയം കൂടെ, വർഷങ്ങൾക്ക് മുമ്പ് ചേട്ടൻ ഓർമ്മയുണ്ടോന്നറിയില്ല, ഇതുപോലെ ശ്രീത്രയുടെ ഒരു പരിപാടിക്ക് അദ്ദേഹത്തെ വിളിക്കുകയും അവിടുത്തെ കുട്ടികളോട് വന്ന് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഗ്ലോബൽ വാർമിംഗ് ഒക്കെ പറയുകയുണ്ടായി. ആ രീതിയിൽ ഞങ്ങൾക്ക് ഇന്നും അതിന് നന്ദിയോടെ ഞാൻ സ്മരിക്കുകയാണ്. ചേട്ടൻ അപ്പോൾ ഈ വിഷു, നമ്മൾ വിഷു തൈനീട്ടമുണ്ട്, വിഷു കൈനീട്ടമുണ്ട്, വിഷുവിൻ്റെ ഒരു സന്ദേശം, ഒരു മെസ്സേജും കൂടെ കൊടുത്താൽ. ഞാൻ അമൃതാനന്ദമയി ദേവിയുടെ ഈ തൈനീട്ടം, വിഷു തൈനീട്ടം എന്ന് പറയുന്ന പദ്ധതി 98-99 കാലത്ത് സഖാവ് നായനാരുമായിട്ട് സംസാരിച്ച ഒരു പദ്ധതിയാണത്. അതിൽ അന്ന് ആഗ്രഹിച്ചത്, എനിക്ക് തോന്നുന്നൊരു വളരെ വിപുലമായിട്ടുള്ള ഒരു വിശദീകരണം ഇതിലായിരിക്കും ഇപ്പോൾ വരുന്നത്. പാലോട്, നെടുമങ്ങാട് ഏതാണോ ഒരു എക്സിസ്റ്റിംഗ് ഫോറസ്റ്റ്, ഇപ്പോൾ ഉള്ള ഒരു വനപ്രദേശം, അതിന് ഒരു മതിലാക്കി എടുത്തുകൊണ്ട് ഒരു ഫെൻസിങ് സൃഷ്ടിച്ച് കുട്ടികൾക്ക് പെരുമാറാൻ കഴിയുന്ന ചെറു ജന്തുക്കളും പക്ഷികളും കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാത്ത, എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആട് വരെ ചിലപ്പോൾ കുഞ്ഞുങ്ങളെ ഇടിച്ചെന്നിരിക്കും, അതല്ല, അതിനുള്ള പ്രൊട്ടക്ഷനും കാര്യങ്ങളും എല്ലാം എടുത്ത് മാൻകുഞ്ഞുങ്ങളും മുയലുകളും ഒക്കെയുള്ള വളരെ സ്വതന്ത്രമായി വിഹരിക്കുന്ന ആ കുഞ്ഞുങ്ങൾക്ക് പോലും ഒരുപക്ഷെ വന്യമൃഗങ്ങളുടെ ഒരു അറ്റാക്ക് വരാത്ത തരത്തിൽ ഒരു എക്സിസ്റ്റിംഗ് ഫോറസ്റ്റിൻ്റെ എക്സ്റ്റൻഷൻ, അത് ഒരു 200 ഏക്കറിൽ സൃഷ്ടിക്കുന്നതിനകത്ത് മരം എന്ന് പറയുന്നത് മുഴുവൻ രാജ്യത്തിൻ്റെ വ്യക്തിസമ്പത്ത്, അതിൻ്റെ മുദ്രകളായിരിക്കണം. ഇപ്പോൾ സിനിമാക്കാരനായതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പേര് സത്യൻ മാഷിൻ്റെയാണ്. സത്യൻ മാഷിൻ്റെ പേരിൽ ഒരു 100 മരം, പ്രേം നസീറിൻ്റെ പേരിൽ ഒരു 100 മരം, അതായത് വന്ന് പ്രേം നസീർ എന്ന് പറഞ്ഞ് നമുക്ക് കൈവയ്ക്കാൻ സാധിക്കണം, ആ മരത്തിൽ ഒന്ന് തലോടാൻ സാധിക്കണം. ഇത് മരം വയ്ക്കുന്നതിനുള്ള കാരണമാകണോ എന്ന് ചോദിച്ചാൽ ആയിക്കോട്ടെ, എന്താ തെറ്റ്? നിങ്ങളുടെ അച്ഛൻ്റെ പേരിൽ നിങ്ങൾക്ക് മരം വയ്ക്കണോ? വെച്ചോളൂ. അങ്ങനെ ഒരു കാട് മനുഷ്യനിർമ്മിതമായ ഒരു സംഭാവന എൻവയൺമെൻറ്റിന് ലഭിക്കുകയാണ്. ഇതൊരു സന്ദേശമാണെങ്കിൽ കേരളത്തിൻ്റെ എത്ര വന അതിർത്തികളിൽ കൃഷിയല്ല, മണ്ണിന് അവകാശമുള്ള വേരിൻ്റെ ഘടന തെറ്റിക്കുന്ന കൃഷിയല്ല,
ഒരുപക്ഷെ ആ വനത്തിൻ്റെ വേരിൻ്റെ ഘടനയിലേക്ക് ചേരുന്ന ഒരു പുതിയ വൃക്ഷ സ്ഥാപന സംസ്കാരം വരും. അതുകൊണ്ടും ഗുണമുണ്ടാകുന്നത് എന്തിനാണ്? എൻവയൺമെൻറ്റിനാണ്. അതുകൊണ്ട് ഗുണമുണ്ടാകുന്നത് വരും തലമുറയ്ക്കാണ്. നമുക്കറിയാം, കാസർഗോഡ് നിന്നൊക്കെ 2-3 ദിവസത്തെ ഊരുചുറ്റൽ കഴിഞ്ഞ് കുട്ടികളെ ട്രിവാൻഡ്രത്ത് കൊണ്ടുവന്നാൽ ശംഖുമുഖം കടപ്പുറം പൊള്ളുന്ന വെയിലിൽ ഉച്ചയ്ക്ക് 12 മണിക്ക് കാണിക്കും. തളർന്നു പോകും കുഞ്ഞുങ്ങൾ. ഞാനൊക്കെ ഇത് അനുഭവിച്ചിട്ടുള്ളതാണ്. മ്യൂസിയം കാണിക്കും, സൂ കാണിക്കും, നെയ്യാർ ഡാം കാണിക്കും. കൂട്ടത്തിൽ ഒരു ദിവസം വേണമെങ്കിൽ ഈ പറയുന്ന വനത്തിൽ കൊണ്ടുവന്ന് കുഞ്ഞുങ്ങളെ അഴിച്ചുവിട്ടാൽ തണുപ്പ്, നല്ല ശുദ്ധവായു, അല്ലേ? മൃഗങ്ങളെ എങ്ങനെ സ്നേഹിക്കണമെന്ന് പറയുന്ന പുതിയൊരു സംസ്കാരം, മൃഗങ്ങളെ കൊല്ലാൻ തോന്നാതിരിക്കുക, ഇതൊക്കെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാവും. അപ്പോൾ ഇത് മനസ്സിലുണ്ടായിരുന്നതാണ്. ഇപ്പോൾ അമ്മ ഇത് ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് വനവൽക്കരണത്തിനല്ല, മനുഷ്യൻ്റെ മനസ്സിന് പച്ചയും പച്ചയുടെ തണുപ്പും പകരുന്നതിനുള്ള ഒരു വലിയ പദ്ധതിയായി വരും എൻ്റെ ഉറപ്പായ ഒരു വിശ്വാസമാണ്. അമ്മയ്ക്ക് പ്രണാമം. തീർച്ചയായും അങ്ങേപോലെ ദൈവത്തിനും മനുഷ്യനും നാടിനും കലയ്ക്കും വേണ്ടി ഇത്രയും ഓടി നടക്കുന്ന, ഊർജം ചെലവഴിക്കുന്ന, ജീവിതത്തിൻ്റെ വലിയൊരു ഭാവം മാറ്റിവെക്കുന്ന, ഞങ്ങളെല്ലാം ആദരവോടെ ആരാധനയോടെ കാണുന്ന അങ്ങേക്ക് എല്ലാവിധ അങ്ങേ കുടുംബത്തിനും നല്ലൊരു വിഷു ആശംസിക്കുന്നു. മുഴുവൻ മലയാളികൾക്കല്ല, ലോകത്തുള്ള എല്ലാ നല്ലവർക്കും വിഷുവിൻ്റെ നന്മ ചെന്ന് പതിക്കട്ടെ. ഈശ്വരൻ അധികമായി തന്നെ അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.